ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കാണ് വ്യക്തമായ മുൻതൂക്കമെന്ന അവകാശവാദവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ബിജെപിക്കും എൻഡിഎക്കും അനുകൂലമായാണ് നിലവിലെ സാഹചര്യങ്ങളെന്നാണ് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചത്. കോൺഗ്രസും ഇന്ത്യ സഖ്യവും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് വോട്ടർമാർക്ക് വിലയിരുത്താനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തന്റെ ചിന്തയെക്കുറിച്ചും ആഗോള നിലവാരം കാത്തുസൂക്ഷിക്കുകയെന്ന ലക്ഷ്യത്തെക്കുറിച്ചും സംസാരിച്ച പ്രധാനമന്ത്രി ഒരു രാജ്യത്തിന് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ 4S എന്ന തന്ത്രം ആവശ്യമാണ് എന്നും വ്യക്തമാക്കി. ആദ്യത്തെ എസ് സ്കോപ്പാണ്. ഇത് വളരെ വലുതായിരിക്കണം, പക്ഷേ ഭാഗങ്ങളായി പാടില്ല. രണ്ടാമത്തെ കാര്യം സ്കെയിലാണ്. അതും വലുതായിരിക്കണം. സ്പീഡ്, ഇവ രണ്ടിനെയും സമന്വയിപ്പിക്കണം. അതിനാൽ സ്കോപ്പ്, സ്കെയിൽ, സ്പീഡ്, പിന്നെ അവിടെ സ്കില്ലും ഉണ്ടായിരിക്കണം. ഈ 4 കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനാകുമെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അത്ര വലിയ രാജ്യമാണിത്. നിങ്ങളുടെ വോട്ട് ആർക്കാണ് നൽകേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ? അവരുടെ പേര്, അവരുടെ പരിചയം, ഇതെല്ലാം രാജ്യം കാണുന്നുണ്ട്. പാർട്ടി സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞാലും ഇല്ലെങ്കിലും വോട്ടർമാർ അവരെ വിലയിരുത്തുന്നുണ്ടെന്നും മോദി പറഞ്ഞു. 1984 ശേഷം നേടാനാകാത്ത നേട്ടത്തിലേക്കാണ് 2014 മോദിയുടെ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്തിയത്. 2014 BJPക്ക് 282 സീറ്റുകളും NDAക്ക് 336 സീറ്റുകളും ലഭിച്ചപ്പോൾ 2019 ഇത് യഥാക്രമം 303, 353 എന്നിങ്ങനെയായിരുന്നു. ഇത്തവണ BJP 370 സീറ്റിലും NDA 400 സീറ്റിലുമാണ് വിജയമുറ്റുനോക്കുന്നത്. ഏപ്രിൽ 19 ആരംഭിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് തിങ്കളാഴ്ച നടക്കും. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലി അടക്കം 49 മണ്ഡലങ്ങളാണ് 5ാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിലെ 14 സീറ്റുകളിലാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 2014 2019 യഥാക്രമം 71, 62 എന്നീ സീറ്റുകൾ നേടിക്കൊണ്ട് BJP സംസ്ഥാനം തൂത്തുവാരിയിരുന്നു. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് 17 സീറ്റിലാണ് സംസ്ഥാനത്ത് മത്സരിക്കുന്നത്. 63 സീറ്റിൽ മത്സരിക്കുന്ന അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിലാണ് കോൺഗ്രസ്.